നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പാളയത്തിൽപ്പട CPMന് വെല്ലുവിളിയാവുകയാണ്. സംസ്ഥാനമൊട്ടാകെ ബാധിക്കുന്ന തരത്തിലുള്ള വെല്ലുവിളികളാണ് കണ്ണൂരിൽ നിന്നും ഉയർന്നിട്ടുള്ളത്. CPMന്റെ കേഡർ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുവരുന്നത്. നമുക്കറിയാം, CPM എന്ന് പറയുന്ന പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും വെളിയിലിറങ്ങി പാർട്ടിക്കെതിരെയോ പാർട്ടി നേതാക്കൾക്കെതിരെയോ പ്രസ്താവന നടത്തുകയോ അവരെ അവമതിപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിക്കുകയോ ചെയ്യുന്നത് അനുവദിക്കുന്നില്ല. എന്ത് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും പാർട്ടി ഘടകങ്ങളിൽ മാത്രമേ പറയാവൂ. ഈ അഭിപ്രായ പ്രകടനങ്ങൾ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് അതിൻ്റെ തീരുമാനമെടുക്കും. അങ്ങനെയുള്ള CPMന്റെ കേഡർ സ്വഭാവത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദനും രംഗത്ത് വന്നത്. ഇവർ രണ്ടുപേരും ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ഏറെക്കുറെ സമാനമായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനെതിരെയാണ്. പിണറായിസത്തിൻ്റെ ചിറകിലേറിയാണ് ഈ കഴിഞ്ഞ 10 വർഷം കേരളം CPM ഭരിച്ചിരുന്നത്. ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി പിണറായി മാറുകയും ചെയ്തു. ആരും പിണറായിയുടെ മുന്നിൽ നിന്ന് സത്യങ്ങൾ തുറന്നു പറയാൻ മടിച്ചു. അങ്ങനെ പറയുന്നവരെ ഒന്നുകിൽ മൂലയ്ക്കൊതുക്കും, അല്ലെങ്കിൽ പാർട്ടിയിൽ അപ്രധാന സ്ഥാനങ്ങളിലേക്ക് മാറ്റും. തനിക്ക് വെല്ലുവിളിയായേക്കാവുന്ന നിരവധി നേതാക്കളെയാണ് പിണറായി തൻ്റെ രണ്ടാം സർക്കാരിൽ വെട്ടിനിരത്തി. തോമസ് ഐസക്കും G സുധാകരനും ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ നിന്ന് പുറത്തുപോയി. വീണ്ടും മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന KK ശൈലജ MLA ആയി തുടർന്നു. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി പിണറായിയേക്കാളും പേരെടുത്തു എന്നുള്ള കുറ്റമായിരുന്നു ശൈലജയ്ക്ക്. അതുമാത്രമല്ല, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശൈലജയെ തുറന്നു കാട്ടിയുള്ള ഒരു പ്രചാരണവും അരങ്ങേറി. തനിക്ക് മേലെ വളരാൻ ആരെയും അനുവദിക്കാത്ത പിണറായി അപ്പോൾ തന്നെ തീരുമാനമെടുത്തിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാ തീരുമാനങ്ങളും പിണറായിയുടേതായിരുന്നു. മറ്റു മന്ത്രിമാർ അതാത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. ഭരണം മുഴുവൻ കടിഞ്ഞാണും പിണറായിക്കും പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശിക്കുമായിരുന്നു. ഇക്കുറി P ശശിക്ക് ഒരു സീറ്റ് കിട്ടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ശശിക്ക് സീറ്റ് നൽകിയാൽ കേരളമെമ്പാടും CPMന് തിരിച്ചടി നേരിടുമെന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടി ആ സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ MV ഗോവിന്ദനാണ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രചാരണം. MV ഗോവിന്ദനെ തീർത്തും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ, പ്രത്യേകിച്ചും കണ്ണൂരിലേത്. പിണറായിസത്തിൽ നിന്ന് ചുവട് മാറ്റി MV ഗോവിന്ദൻ സ്വയം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. പിണറായിയുടെ കൽപ്പനകളെ ധിക്കരിക്കാൻ ഒരാൾ പാർട്ടിയിൽ ഉയർന്നു വരുന്നുവെങ്കിൽ അത് പാർട്ടി സെക്രട്ടറിക്ക് മാത്രമാണ് കഴിയുക. നമുക്കറിയാം, VS അച്യുതാനന്ദൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ പാർട്ടി എന്ന പേരിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് നടന്നത്. VSന് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള അനുമതി പോലും കെട്ടപ്പെട്ടിരുന്നു. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പോലും പിണറായി വിജയൻ മാധ്യമങ്ങളെ അടക്കം കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ അത് കണ്ട് നിസ്സഹായനായി നിൽക്കാൻ മാത്രമാണ് കോടിയേരി ബാലകൃഷ്ണന് സാധിച്ചത്. പാർട്ടി സെക്രട്ടറി എന്നാൽ പരമോന്നത നേതാവ് എന്ന അവസ്ഥയിൽ നിന്നും മുഖ്യമന്ത്രി എല്ലാം തീരുമാനിക്കുന്ന ഒരു പ്രവണതയിലേക്ക് CPM ചെന്നുപെട്ടു. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം CPMന്റെ കരുത്തരായ നേതാക്കളുടെ എതിർ ശബ്ദമാണ്. V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ, ഐഷ പോറ്റി, S രാജേന്ദ്രൻ എന്നിങ്ങനെ CPMന്റെ സന്തത സഹചാരിയായിരുന്ന PV അൻവർ വരെ മറുകണ്ഠം ചാടിയിരിക്കുന്നു. G സുധാകരൻ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് അദ്ദേഹത്തിന് പാർട്ടിയിലുള്ളത്. 2 തവണ മന്ത്രിയായി, 3 തവണ MLA ആയി, പാർട്ടി സെക്രട്ടറിയായി. G സുധാകരൻ പാർട്ടിയുടെ തന്നെ ആലപ്പുഴ ജില്ലയിലെ സമുന്നത നേതാവായിരുന്നു. G സുധാകരൻ നിന്നുള്ള വെല്ലുവിളി പാർട്ടിക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ രൂപത്തിലാണ്. തന്നെ അടിച്ചൊതുക്കാനുള്ള പിണറായി വിജയൻ്റെ നീക്കത്തിനെതിരെയാണ് G സുധാകരൻ ആദ്യം രംഗത്ത് വന്നത്. എന്നാൽ MV ഗോവിന്ദൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു പ്രസ്താവന കരുവാക്കി, ഒരു പരിഹാസച്ചിരി കരുവാക്കിക്കൊണ്ടാണ് സുധാകരൻ അവസാനം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സുധാകരനെ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അമ്പലപ്പുഴയിൽ സുധാകരനും കോൺഗ്രസും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് മുന്നോട്ട് വരുമ്പോൾ എന്താവും ആലപ്പുഴ ജില്ല ഒന്നടങ്കം സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെയാണ് വേണ്ടത്.
സുധാകരൻ വെറുമൊരു CPM നേതാവല്ല. പാർട്ടിയിൽ നിന്ന് പാർട്ടി കൊണ്ട് വളർന്ന് പാർട്ടിക്ക് സ്റ്റഡി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന പാർട്ടിയുടെ തന്നെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു. പാർട്ടിയുടെ രീതികളെല്ലാം അദ്ദേഹത്തിനറിയാം. ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിനറിയാം. അതിനൊപ്പം കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും CPMലെ വിരുദ്ധ വോട്ടുകളും കൂടി ചേർന്നതോടെ സുധാകരൻ അവിടെ വിജയിച്ചു കൂടായികയില്ല. ഏറ്റവും വലിയ പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടായത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. TK ഗോവിന്ദൻ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ആദ്യമായി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നത്. MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം തളിപ്പറമ്പിൽ പ്രഖ്യാപിച്ചപ്പോഴാണ് സകല നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് TK ഗോവിന്ദൻ മുന്നോട്ട് വരുന്നത്. ഏരിയ സെക്രട്ടറിയായി, ജില്ലാ കമ്മിറ്റി അംഗമായി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിക്കുന്ന 75 വയസ്സ് എന്ന TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ പിന്തുണയ്ക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഈ നീക്കം വളരെ തന്ത്രപൂർവമാണ്. TK ഗോവിന്ദൻ പറഞ്ഞ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്ന നിരവധി CPM അണികൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ. അതുപോലെ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം. V കുഞ്ഞികൃഷ്ണൻ നടത്തിയ ഏറ്റവും വലിയ വെളിപ്പെടുത്തലായിരുന്നു പയ്യന്നൂർ MLA ആയ മധുസൂദനൻ്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. കുഞ്ഞികൃഷ്ണനൊപ്പം നിരവധി പ്രവർത്തകരാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെതിരെ രംഗത്ത് വന്നത്. ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട TK ഗോവിന്ദനും പറയുന്നു കണ്ണൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തട്ടിപ്പുകാരെയും കൊള്ളക്കാരെയും ക്രിമിനലുകളെയും മാത്രം നിറച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ് CPMനുള്ളത് എന്നാണ് ഇപ്പോഴുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. കാരായി രാജനെ പോലെയുള്ളവരെ, PK ശ്യാമളയെ പോലെയുള്ളവരെ എല്ലാം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിക്കും പാർട്ടിയുടെ ശക്തി കേന്ദ്രം, പാർട്ടിയുടെ തലച്ചോർ എന്ന് പറയുന്നത് നിലവിൽ കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ലോബിയുടെ കയ്യിലാണ് പാർട്ടിയും ഭരണവും. ഇവിടെ എന്ത് നടക്കണമെന്ന് കണ്ണൂർ ലോബി തീരുമാനിക്കും. അങ്ങനെ പാർട്ടിയുടെ തലച്ചോറായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ അവർക്കെതിരെ അതിശക്തമായ എതിർപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എതിർപ്പ് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ നിന്നാകുമ്പോൾ കേരളമൊട്ടാകെ അലയടിക്കാനുള്ള സാധ്യതയേറെയാണ്. MV ഗോവിന്ദനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങളും കൃത്യമാണ്. MV ഗോവിന്ദൻ 3 തവണ MLA ആയ തളിപ്പറമ്പിൽ 4ാം തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കും. PK ശ്യാമള പാർട്ടിയുടെ സജീവ പ്രവർത്തകയും പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വഹിക്കുകയും ചെയ്തിട്ടുള്ള മുൻപ് ജനപ്രതിനിധിയായിട്ടുള്ള ആളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അവർക്ക് സീറ്റ് നൽകിയിരിക്കുന്നത്. അതിനെ MV ഗോവിന്ദൻ ന്യായീകരിക്കുന്നത് മുൻപ് AKജിയും സുശീല ഗോപാലനുമൊക്കെ ഒരുമിച്ച് പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ വന്നിരുന്ന ഒരു കാലഘട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. എന്നാൽ കാലമേറെ മാറി. പാർട്ടി നേതാക്കൾ പുറമേ ജയ് വിളിക്കുന്നുവെങ്കിലും, പുറമേ ലാൽസലാം പറയുന്നുവെങ്കിലും ഉള്ളിൽ അത് പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലുമൊക്കെ പാർട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അതിനുശേഷമാകും MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് ജനവും പാർട്ടി സഖാക്കളും വിലയിരുത്തുക.